ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളോട് സുഖമായിട്ട് സന്തോഷമൊക്കെയായിട്ടിരിക്കുന്നു കേട്ടോ. ഇതിപ്പം ഞങ്ങൾക്ക് ദസറയ്ക്ക് 5 ദിവസം അവധി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസത്തേക്ക് ഞങ്ങൾ എവിടെയെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ച് പൂനെക്ക് പോകാമെന്ന് അങ്ങനെ പ്ലാൻ ഇട്ടു. അപ്പോൾ പൂനെക്ക് പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ ഫസ്റ്റ് ഡേ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ ചെന്നവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇത്രയും പേരാണ് കേട്ടോ ട്രിപ്പിന് പോയത്. ഞങ്ങളെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം രാവിലെ എഴുന്നേറ്റ് തലേദിവസം എത്തിയായിരുന്നു കേട്ടോ, രാത്രി എത്തി. പിന്നെ ദിവസം രാവിലത്തെ ഒരു ഭാഗമാണിത്. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഫസ്റ്റ് സ്പോട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്തിട്ട് പോകാനാണ് വിചാരിച്ചത്. അപ്പോൾ ഒരു സെക്യൂരിറ്റി ഗാർഡിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എവിടെ നിന്ന് ക്യാബ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾക്ക് ക്യാബ് കിട്ടി കേട്ടോ. അപ്പം അങ്ങനെ ക്യാബൊക്കെ ഒരു ദിവസത്തേക്ക് ഇത്ര രൂപ എന്ന കണക്കിന് 5 സ്ഥലം കാണാം കേട്ടോ, 5 സ്ഥലത്ത് കൊണ്ടുപോകും. അപ്പം അങ്ങനെ ഇതാണ്ട് ഫസ്റ്റ് ഞങ്ങൾ പോയ സ്ഥലം ഇതാണ് കേട്ടോ. ഇതൊരു പാലസാണ്. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം ഉള്ളോട്ട് കയറാനായിട്ട്. ഒരുപാട് സ്കൂൾ കുട്ടികളും കൊണ്ടൊക്കെ ടീച്ചേഴ്സ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒത്തിരി ഓർത്ത ഒരു സ്ഥലമാണ്, അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പം അങ്ങനെ ഞങ്ങളിതേണ്ടേ ആ ഒരു പാലസിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പം അഖാഖാൻ പാലസ് എന്നാണ് കേട്ടോ ഈ ഒരു പാലസ് അറിയപ്പെടുന്നത്. അപ്പം ഞങ്ങളിവിടുന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം കയറി പിറ്റേ ദിവസം വെളുപ്പിന് 3:30 ആയപ്പോഴത്തേക്കും പൂനെ എത്തി കേട്ടോ. ട്രെയിനും ആണെങ്കിലും ബസ്സാണെങ്കിലും ഡയറക്റ്റ് ഇവിടുന്ന് ഉണ്ട്. അപ്പോൾ ട്രെയിനിൽ നോക്കിയപ്പം ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല, അവധി സീസൺ ആയതുകൊണ്ട്. പിന്നെ ബസ്സിനാണെങ്കിൽ ഒരുപാട് ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ തന്നെ ബസ് തന്നെയാണ് കേട്ടോ പോയത്. നല്ല സൗകര്യം ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലാണ്ട് സമാധാനപരമായിട്ട് പൂനെയിലെത്തി. പിന്നെ ക്ലൈമറ്റ് വൈസ് നോക്കുവാണെങ്കിലും നല്ല കാലാവസ്ഥയാണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ ക്ലൈമറ്റ് ആണെങ്കിലും ഫുഡാണെങ്കിലും എല്ലാം ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. എന്താണെങ്കിലും ഫസ്റ്റ് ടൈം പോകുന്നതായതുകൊണ്ട് പൂനെയിൽ പോകുന്നു, എന്നാലും പോയ ആ ഒരു 3-4 ദിവസത്തെ ആ ഒരു യാത്ര ഒരുപാട് എൻജോയ് ചെയ്തു. ഒട്ടും ഒരു നഷ്ടബോധം വന്നില്ല കേട്ടോ. അത്രയ്ക്ക് രസകരമായ സ്ഥലങ്ങളും കാഴ്ചകളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് വേളാങ്കണ്ണി പോകാനായിരുന്നു കേട്ടോ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു ദസറയുടെ അവധിക്ക്. പക്ഷേ അങ്ങോട്ടുള്ള ടിക്കറ്റെല്ലാം ടിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ ടിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് ആ ഒരു പോക്ക് ക്യാൻസൽ ചെയ്തു. പിന്നെ പ്ലാൻ ചെയ്തതാണ് ഈ പൂനെക്കുള്ള ഒരു ട്രിപ്പ് കേട്ടോ. ടിക്കറ്റ് നിൽക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. പേയ്മെൻറ്റിൻ്റെ ചെറിയൊരു കൺഫ്യൂഷൻ, അതാണ് ഇങ്ങനെ എല്ലാവരും നിൽക്കുന്നത്. ഓക്കെ ഡൺ, എല്ലാം റെഡിയായി. നമുക്കിനി നേരെ ഉള്ളിലോട്ട് കയറി പോകാം. വീഡിയോ ലൈവിനോ? ലൈവല്ല, വീഡിയോ. അതങ്ങനെ തന്നെ ഇടും, ഇങ്ങനെ കാണിച്ചു. Yedu, happy? Happy? Not happy? You're not happy? Anna, you're happy, no, Anna? Yes, baby. എന്നാൽ പിന്നെ പോയോ, നമുക്ക് ഒരുമിച്ച് ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം.
ഗാന്ധിജി യൂസ് ചെയ്ത ആർട്ടിക്കിൾസും പ്രതിമകളും ഒക്കെ പലതരത്തിലുള്ളതുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്ത്. പിറ്റേ ദിവസം ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിനോടനുബന്ധിച്ച് കുറേ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഗാന്ധിജിയുടെ കുറേ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാച്യൂകളും പിന്നെ അതിനോടനുബന്ധിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ കുറേ ഭാഗങ്ങളൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്തു കേട്ടോ. അപ്പം ഇതിൻ്റെ ഭാഗത്തു നിന്നുള്ള റീലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷിജോ ജെ വിളിക്കുന്ന ആ ഒരു ഭാഗമൊക്കെ ഉള്ള ഒരു റീല് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർ കുറേ പേര് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നടന്ന് കാണുകയാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് റീലെടുക്കാൻ പറ്റിയ സ്പോട്ടായിരുന്നു കേട്ടോ. അടിപൊളി സ്ഥലമായിരുന്നു. കാണാനാണെങ്കിലും പുറത്തെ കാഴ്ചകളാണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് വർത്തായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കാണാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും. Once again. Keep it. Hooray! Oh! ഇപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ദിവസം പോയ ആദ്യത്തെ സ്ഥലം അഖാ ഖാൻ പാലസ് എന്ന സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. യൂട്യൂബ് ചാനലുള്ളവർക്കൊക്കെ ഒരുപാട് റീൽസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഞങ്ങൾക്കും ഉണ്ട്, ഞങ്ങൾ കൂടെ വന്ന അവർക്കുമുണ്ട് യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ ഒരുപാട് വീഡിയോസും റീൽസൊക്കെ അവിടുന്ന് ഷൂട്ട് ചെയ്തു. 1 by 1 ആയിട്ട് ഓരോ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി രണ്ടാമത്തെ സ്ഥലത്തോട്ട് പോകുന്ന വഴിക്ക് ചായ കുടിക്കാനായിട്ട് നിർത്തിയതാണ് കേട്ടോ. രണ്ടാമത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്, ഒന്നും പറയാനില്ല. ഇത്രയ്ക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. ഏതായാലും നിങ്ങളത് വീഡിയോയിലൂടെ കണ്ട് ആസ്വദിക്കുക. അപ്പം പൂനെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും, അല്ലാത്ത കുറേ പേരുണ്ടാവും വീഡിയോ കാണുന്നവർ. ജസ്റ്റ് നിങ്ങൾ കണ്ട് വാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതുതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ആ ബെല്ലൈക്കൺ അമർത്തിയേക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്ത സ്ഥലത്തെ വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരെയും ബൈ.